ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു, 3 ജവാന്മാർക്ക് ഗുരുതര പരിക്കേറ്റു. ഭീകരർക്കായി മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കി. അതിനിടെ ജമ്മുകശ്മീരിൽ ഭീകരർ ഉപയോഗിച്ചത് M4 തോക്കുകളാണെന്ന് കണ്ടെത്തി. പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് മാത്രമേ ഇത്തരം തോക്കുകൾ ലഭിക്കൂ എന്നാണ് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ കൂടുതൽ സേനാംഗങ്ങളെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായിട്ടുള്ള കശ്മീർ പോലീസിന്റെ വിഭാഗത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഈ വനമേഖല വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കൃത്യമായിട്ട് പരിചയമുള്ളവർക്ക് മാത്രമേ അവിടേക്ക് എത്താനും കൂടുതൽ പരിശോധന നടത്താനും സാധിക്കുന്നുണ്ട്. വ്യോമസേനയുടെ സഹായവും ഇതിനു വേണ്ടിയിട്ട് തേടിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വനമേഖലകളിലാണ് ഭീകരർ ഒളിഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 5 സൈനികർക്കാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒന്നാണ്. സൈന്യം നടത്തിയ വിവരശേഖരണത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ ഭീകരർക്ക് പാക് സേനയുടെ പിന്തുണ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. പാക് സേനയാണ് ഇവർക്ക് ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇവർ ഉപയോഗിച്ച തോക്ക് M4 കാർബൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന തോക്കുകളാണ്. ഇത് 2018 സമയത്ത് മസൂദ് അസറിൻ്റെ ഒരു ബന്ധു വെടിയേറ്റ് ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് വെടിയേറ്റ സമയത്ത് അയാളിൽ നിന്ന് പിടിച്ചെടുത്തത് അടക്കമുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന തോക്കാണ്. ഇത് ഇപ്പോൾ പാകിസ്ഥാൻ സേനയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോക്കുകൾ കിട്ടിയിരിക്കുന്നത്, ഭീകരർക്ക് കിട്ടിയിരിക്കുന്നത് മറ്റേതെങ്കിലും വശത്ത് നിന്നാണ് എന്ന വിധത്തിലേക്ക് നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല. മറിച്ച് അമേരിക്ക കൈമാറിയിട്ടുള്ളത്, ഈ തോക്ക് നൽകിയിട്ടുള്ളത് പാകിസ്ഥാൻ സേനയ്ക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് ഇന്ത്യ അടിവരയിടുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ അടുത്ത ദിവസങ്ങളിൽ കൈക്കൊള്ളാൻ പോകുന്നു എന്ന സൂചനയും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിലവിലുള്ള സാഹചര്യം ഇന്ന് വിലയിരുത്തും. ഉന്നത സേനാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് കാണുന്നുണ്ട്. ഇതുകൂടാതെ ജമ്മുകശ്മീരിൽ നിലവിലുള്ള സാഹചര്യത്തെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ അവിടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ഈ ഭീകരരെ വധിക്കാൻ സാധിക്കും, കൂടുതൽ വനമേഖലയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് അവരെ പിടിക്കാൻ സാധിക്കും എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.